അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുഖം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും കേട്ടോ, ക്ഷമിക്കണം. സൗണ്ടും ക്ലിയർ ആയിരിക്കും കുറവായിരിക്കും, കാരണം മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മളൊക്കെ റമദാൻ മാസമാണ്. റമദാൻ മാസം അവസാനമായി. അപ്പം നമ്മളെല്ലാവരും തന്നെ ഒരു സക്കാത്ത് എന്ന ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ടും കിടക്കുന്നൊരു സമയമാണത്. എനിക്കതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആ ഒരു എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചിന്തിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് ശരിയെന്ന് തോന്നിയ സംഗതിയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ആരെയും താഴ്ത്തി കെട്ടാനോ അതല്ലെങ്കിൽ നമ്മളെ ഒരു ആചാരം എന്ന രീതി നമ്മളിപ്പോൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടൊരു രീതി തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മനുഷ്യന് പാവപ്പെട്ടവർക്ക് യൂസ്ഫുള്ളാവും, ഉപയോഗപ്രദമാവും എന്നുള്ള രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതായത് സമ്പത്തുള്ളവർ സക്കാത്ത് നൽകണമെന്നാണ് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് 2%. ആവശ്യം കഴിച്ചിട്ട് ബാക്കി വരുന്ന 2%. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പള്ളിയുടെ മഹല്ലിൽ എത്രത്തോളം സമ്പത്തുള്ളവരുണ്ടാവും, സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള ആളുകളുണ്ടാവും, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഭൂരിപക്ഷം മഹല്ലുകളും ഒരു സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മഹല്ലുകളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ 2% എന്നുള്ളത് സത്യം പറഞ്ഞാൽ ലക്ഷങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട അത്യാവശ്യം, അതായത് നിർബന്ധമായിട്ട് ഇസ്ലാം ആണോ ഒരു മുസ്ലിം ആണോ 2% സക്കാത്ത് കൊടുക്കണം. അതൊരിക്കലും നമ്മൾ ഔദാര്യമല്ല, അത് ആണ് വാസ്തവം. സക്കാത്ത് നമ്മൾ ഔദാര്യമല്ല, പാവപ്പെട്ടവരുടെ അവകാശമാണ്. അത് അവർ ചോദിക്കാതെ തന്നെ നമ്മളവിടെ എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മളെ കയ്യിലുള്ള മുതൽ ഹലാലാവണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള മുതൽ കൊണ്ട് അടുത്ത വർഷം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് അള്ളാഹു ബർക്കത്ത് തരണമെന്നുണ്ടെങ്കിൽ ആ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ബാക്കിയുള്ള മുതലൊക്കെ വിഷാവും. അതായത് ഒരു വിഷാവും എന്നറിയാം. മിക്സ് ചെയ്തിട്ടുള്ള ഒരു മുതൽ എങ്ങനെയാണ് അതുമാതിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2% സക്കാത്ത് ഇപ്പോൾ മഹലിലൊക്കെ കൂടുതലും പള്ളിയിൽ കളക്ട് ചെയ്യാണ്. പള്ളികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർ ഇങ്ങനെ നന്നായിട്ട് സക്കാത്ത് കളക്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സക്കാത്ത് കുറച്ചും കൂടെ പാവപ്പെട്ടവർക്ക് എത്താൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ പള്ളി കമ്മിറ്റി സക്കാത്ത് കളക്ട് ചെയ്യുക, നിർബന്ധമായിട്ട് സക്കാത്ത് കളക്ട് ചെയ്യുക. അല്ലാത്തൊരു ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കാൻ യാതൊരു യോഗ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതായത് സക്കാത്ത് കൊടുക്കാത്തവർ 1,00,000 രൂപയുണ്ടായാലും 2,000 രൂപ സക്കാത്ത് കൊടുക്കാത്തവർ ഇസ്ലാമിൽപ്പെട്ടവരല്ല. അത് ഇസ്ലാമിൻ്റെ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. നിസ്കരിച്ച് നടത്തിയിട്ടുള്ള ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. സക്കാത്ത് ഏറ്റവും പ്രധാനമാണ്. അതാണ് എല്ലാവരും കൊടുക്കാൻ മടി. പഞ്ചവത്ത് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് പക്ഷെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ കയ്യിലുള്ള മുതലിൻ്റെ അംശം സക്കാത്തായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോവുള്ളൂ. അതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളെ. ഞാനിതൊരു നിർദ്ദേശം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആളുകൾക്ക് എന്തെങ്കിലും ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന വലിയൊരു ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ആർക്കെങ്കിലും എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു പുനർചിന്തനം വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പാവപ്പെട്ടവർക്ക് യൂസ്ഫുൾ ആവും. ഒരു മഹല്ലിൽ 2% സക്കാത്ത് നിർബന്ധിത കളക്ഷൻ ആക്കുകയും ചെയ്താൽ ഞാൻ നിർബന്ധമായിട്ടും 2% സക്കാത്ത് സ്വീകരിക്കണം എന്നുള്ളതിലേക്ക്, അതായത് കൊടുക്കണം എന്നതിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ 2% എന്നുള്ളത് ഒരു ലക്ഷങ്ങളുണ്ടാവും സത്യം പറഞ്ഞാൽ ഒരു മഹല്ലിലെ കളക്ഷൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ഒരു 100, 500, 1000 ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ അർഹതപ്പെട്ടവരുണ്ടാവും, പെടാത്തവരുണ്ടാവും, സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടാവും, സക്കാത്ത് വാങ്ങാൻ ഒരു യോഗ്യത ഇല്ലാത്ത ആളുകളുണ്ടാവും. ഒരു യോഗ്യത ഇല്ലാത്ത ആളുകളെന്ന് ഉദ്ദേശിച്ചത്, ഇപ്പം എനിക്ക് പോകുമ്പോൾ ഒരാൾ ഒരു 500 രൂപ സക്കാത്ത് തന്നു, വേണ്ട ഒരു 1000 രൂപ സക്കാത്ത് തന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജോലിയുണ്ട്. ആ ഒരു 500 രൂപയ്ക്ക് നമുക്ക് ആ ഒരു വില കൽപ്പിക്കുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.
സക്കാത്ത് കിട്ടി, പോക്കറ്റിലിട്ട് ഉപയോഗിച്ചു. സക്കാത്ത് കിട്ടിയോണ്ട് കൊടുത്തോൾക്ക്, നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ എന്തായാലും അവരൊരു മനസ്സൊരിക്കൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ, അതുപോലെ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മഹലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എല്ലാ മഹലിലും ഓരോ മഹലിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ലിസ്റ്റ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, അല്ലെ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, ദൈനംദിന ചെലവിനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ വീടില്ലാത്തവരുണ്ടാവും, അല്ലെ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ വീട്ടിലൊക്കെ വരാറുണ്ട്, ഓരോ മഹലിൻ്റെ കത്തും കൊണ്ട് പെൺകുട്ടീനെ കെട്ടിക്കാനുണ്ട്, അല്ലെ വീടുണ്ടാക്കുന്നില്ല. അപ്പം എനിക്ക് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ കത്ത് കൊടുത്ത് വിടുക എന്ന് പറഞ്ഞാലേ, അപ്പോൾ ആ മഹലിന് ഒരുപാട് ആളുകൾ ഭൂമി വഖഫ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പിന്നെ വരുമാനമുള്ള മഹലുകളുണ്ട്. ഈ വരുമാനങ്ങളൊക്കെ എന്തിനാണ് ചിലവഴിക്കുക? നല്ലതിനായിരിക്കും ഉപയോഗിക്കുന്നത്, എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സക്കാത്ത് നിർബന്ധിത ദാനധർമ്മം ഇസ്ലാം എന്തിന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് കൂടുതൽ ആളുകൾക്കത് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വലിച്ചെറിയാനുള്ളതല്ല, വെറുതെ അവിടെയും 10 ഇവിടെ 50 ഇവിടെയും 100 അങ്ങനെ കൊടുത്തുകൊണ്ട് ഇല്ല എന്നുള്ളതല്ല. അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്രദമാണ് സംഗതി ഇങ്ങനെയുള്ള രീതിയല്ലേ. ഇനിയിപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മഹലൊരു 10 ലക്ഷം രൂപ കലക്ഷൻ ഉണ്ടെന്ന് കൂട്ടാം. 10 ലക്ഷം രൂപ കലക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു മഹലിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ഒരു വീട്, കുറച്ച് വീടിനെ സെലക്ട് ചെയ്തിട്ട് 5 വീടോ 10 വീടോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ 1-2 വീടുകാരെ സെലക്ട് ചെയ്തിട്ട് ആ വർഷം ഒന്ന് വീടോ, അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗമോ, അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളോ ഏതോ ഒരു മാർഗത്തിനും വേണ്ടി ആ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടൂലേ. പിന്നെ അടുത്ത വർഷം ഇവർക്ക് എന്തെങ്കിലും അതിന് വരുമാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ സക്കാത്തിന് അർഹനല്ല, അവർ രക്ഷപ്പെട്ടു, അവർക്ക് സക്കാത്ത് ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു 4-5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള മഹലൊക്കെ ആണെങ്കിൽ ആ മഹലിലുള്ള ഓരോ പിന്നെ താഴേക്കിടയുള്ള ആളുകളെ നമുക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ആ മഹലിൽ പിന്നെ സക്കാത്തിന് അർഹരായവരുണ്ടാവില്ല. അപ്പോൾ അടുത്ത മഹലിലേക്ക് പോകണം. മഹലിൽ ചില സാമ്പത്തികപരമായിട്ട് താഴോട്ട് കിടക്കുന്ന മഹലുകളൊക്കെ ഉണ്ടാവും, സാമ്പത്തികപരമായിട്ട് ഇതേമാതിരി കലക്ഷൻ ഇല്ലാത്ത, വല്ലാതെ സക്കാത്തൊന്നും പിരിവില്ലാത്ത മഹലുകളുണ്ടാവും. ആ മഹലിൽ കൊടുക്കണം. അപ്പം ഈ മുഹമ്മദ് നബിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ സക്കാത്ത് എന്ന് ഉദ്ദേശിച്ചത് അതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അവർ ചെയ്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് എന്നും ഇസ്ലാം ഒരു താങ്ങ് തന്നെയായിരുന്നു. ഇസ്ലാം മതം പാവപ്പെട്ടവർക്ക് എന്നും ഒരു താങ്ങായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല എന്നല്ല പറയുന്നത്. ഒരുപാട് പിന്നെ ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾ വരുമ്പോൾ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു താത്തയുണ്ട്. മക്കളൊന്നും വരാറില്ല, മക്കൾ സാമ്പത്തികമായിട്ട് കഴിവൊന്നുമില്ല. എന്നാൽ ആ താത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു തേക്കാത്തൊരു വീട്ടിലുള്ളത്. അത് പറയുന്നത്, എനിക്കൊരു മരിക്കുന്നതിന് ഒരു തേച്ചൊരു റൂമിൽ കിടന്നുറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പറയും. അത് ഇപ്പോഴും തൊഴിലുറപ്പിൻ്റെ ജോലിക്ക് പോയിക്കൊണ്ടൊക്കെ നടക്കാമെന്ന് ശരിക്കും കഴിയില്ല. അപ്പം ഞാൻ മഹലിൻ്റെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ശരി അവരെ അജ്ഞത ആയിരിക്കാം, ചിലപ്പോൾ അവരെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടായിരിക്കാം. അല്ല, എന്തായാലും നമ്മൾ ഈ പള്ളിയുടെ പിരിവ് ഇത് എന്നുള്ളത് കുറേ അല്ലെങ്കിൽ ഭക്ഷണം വെച്ച് വിതരണം ചെയ്തുകൊണ്ടോ, അതല്ലെങ്കിൽ പിന്നെ കുറേ എന്താ പറയുക ഇറച്ചി കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും കൂലില്ലാത്ത കാര്യമല്ല ഇട്ടതൊന്നും. പക്ഷെ ഇതൊന്നിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഈ ഒരു പ്രവൃത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഓരോ മഹലിലും നിർബന്ധിത ദാനധർമ്മം എന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള മുതലും കൂടി ഹറാമിലേക്ക് പോകുന്നൊരു വിഷയമാണ് സക്കാത്ത് എന്ന് പറഞ്ഞു. പിന്നെ സക്കാത്ത് എന്ന് പറഞ്ഞത് റമദാൻ മാസം എന്നുള്ളത് ഒരു എൻഡിങ് ആണ്. നമ്മൾ മാർച്ച് മാസം ഒരു ക്ലോസിംഗ് എന്ന് പറഞ്ഞ മാതിരി റമദാൻ മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സക്കാത്ത് നിർബന്ധമായിട്ടും കൊടുത്തു തീർക്കാനുള്ള ഒരു എൻഡിങ് ഡേറ്റ് ആണ്, എൻഡിങ് മന്താണത്. ഒരു പുണ്യമായ മാസമായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പ്രതിഫലവും പ്രതീക്ഷിക്കുന്നതുകൊണ്ട് എല്ലാവരും റമദാൻ മാസത്തിലാണ് കൂടുതലും കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പൈസ ഒക്കെ ചില്ലറാക്കി വെച്ചിട്ട് കുറേ സ്ത്രീകളൊക്കെ വരും, അവർക്ക് 50, 100, 10, 20, 500 സാമ്പത്തിക കൊടുക്കുന്ന ആളുകളുണ്ട്.
എന്നാലും ഇവർ നിർബന്ധിതമായിട്ട് കൊടുക്കുന്ന ഒരു സക്കാത്ത് അതിൻ്റെ എത്രയോ താഴെയാണ് ഇവർ കൊടുക്കുന്നത്. അതൊന്നും ആളെ പടച്ചവനെ പറ്റിക്കലാണ്. ദൈവത്തിനെ നമ്മൾ ശരിക്കും പറ്റിക്കുകയാണ്. കൊടുത്ത് നാക്കുകയും ചെയ്യും. അതായത് ഈ ഹജ്ജ്, പിന്നെ നിസ്കാരം, നോമ്പ്, ദിക്റ്, സലാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് മുടക്കില്ലാത്ത ഒരു ഇബാദത്താണല്ലോ. പക്ഷെ ഇബാദത്ത് എന്നുള്ളത്, ഈ ഇബാദത്തിനെ ബലപ്പെടുത്തൽ സക്കാത്താണ്. ഈ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ട ഈ സക്കാത്ത് ദാനധർമ്മം കൊടുക്കാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അത് ഞാനെപ്പോഴും പറയും, ഖുർആൻ എന്ന് പറഞ്ഞ സംഗതി ഒരുപാട് ആളുകൾ ഖത്തം തീർക്കുന്ന റമദാൻ മാസങ്ങളിൽ 5, 6, 10 മാക്സിമം ഓതി ഇങ്ങനെ തീർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇസ്ലാം ആണെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിലും ഒരിക്കലും ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് മലയാള ഭാഷയിൽ ഇപ്പം നമ്മൾ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം 100 പ്രാവശ്യം ഖത്തം തീർക്കുന്നേക്കാളും പ്രതിഫലം കിട്ടും ഒരു പ്രാവശ്യം ഖുർആൻ പരിഭാഷ വായിച്ചാൽ. നമുക്കതിന് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നേരിട്ട് അള്ളാഹു എന്താണ് ഒരു മുസ്ലിമിനോട്, ജനങ്ങളോട് എന്താണ് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് സംശയമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കാം, എന്നാലും അതിൻ്റെ ഒരു ആവശ്യം വരില്ല എന്നാണ്. കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തം ഖുർആൻ അള്ളാഹു പറഞ്ഞു. ചിന്തിക്കുന്നവർക്ക് വേറെ ആളുടെ അടുത്തും പോകേണ്ട കാര്യമൊന്നുമില്ല അതിൽ. അപ്പോൾ സാധാരണ ഒരു ജനങ്ങൾക്ക് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്തുമാണ്. അപ്പം ഈ ഒരു സക്കാത്ത് ഈ രീതിയിലേക്ക് നമ്മളെ മഹല്ലുകൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് കിട്ടുന്ന പൈസ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ട കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മഹല്ലിൽ ഒരു 5 10 കൊല്ലം കൊണ്ട് ദരിദ്രം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ മഹലിൽ നിന്നൊരു കത്ത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോകാനൊന്നും ആവശ്യം വരില്ല. അപ്പം പിന്നെ ഞാൻ ഒരു ഇസ്ലാമിനെ ഒരിക്കലും ഞാൻ അവഹേളിക്കുന്നില്ല. പിന്നെ ഇസ്ലാം മതത്തിനെ ഞാൻ ഒരിക്കലും താഴ്ത്തി കെട്ടുന്നില്ല. ഇസ്ലാം മതത്തിൽ ഇപ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു നമ്മളെ ആയത്തിൽ അതിനോട് മനസ്സിലാക്കാത്തത് കൊണ്ടും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടും നമുക്ക് പറയുന്ന അറിയാതെ വരുന്ന ഓരോ തെറ്റുകളാണ് അതൊക്കെ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഒരു വീഡിയോ കിട്ടി ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് തെറി പറയുകയൊക്കെ ചെയ്യായിരിക്കാം. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത് ഇങ്ങനൊരു പ്രവൃത്തിയിൽ വന്നേ നമുക്ക് ഇസ്ലാം എന്നുള്ളത് ബാക്കിയുള്ള മതസ്ഥർക്കും കൂടി ഇനി ഇതര മതസ്ഥർക്കും ഒരു ബഹുമാനം ഉള്ളൊരു മതമായി മാറും. ഞാൻ പറയുന്നു, സക്കാത്ത് എന്നുള്ള സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു മതത്തെ മാത്രം, നമ്മളെ മഹലിൽ ഹൈന്ദവരുണ്ടാവും, ക്രൈസ്തവരുണ്ടാവും, ഇതെല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യണം. നന്മകളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. തിന്മകളിൽ നിന്നാണ് അകലാൻ പറയുന്നത്. നന്മ എന്നുള്ളത്, നന്മ എന്താണോ അത് ഹൈന്ദവർക്ക് കൊടുത്താലും ക്രൈസ്തവർക്ക് കൊടുത്താലും യഹൂദർക്ക് കൊടുത്താലും മുസ്ലിമുകൾ കൊടുത്താലും ഒരേ പ്രതിഫലം തന്നെയാണ്. ഒരു ജീവിയോട് ചെയ്താൽ തന്നെ, ഒരു ജീവി കൊടുത്താൽ തന്നെ അതൊക്കെ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ സക്കാത്ത് എന്നുള്ളത്, നമ്മൾ ഈ റമദാൻ മാസം സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ യങ്സ്റ്റേഴ്സ്, കുറേ യൂത്ത്, ഇപ്പം കുറേ പള്ളി കമ്മിറ്റികളൊക്കെ ഒരുപാട് യുവജനങ്ങളാണ് കൂടുതലായിട്ടും കടന്നു വരുന്നത്. അവർ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മഹലിലുള്ള, അല്ല നമ്മൾ ഏത് മഹലിലാണുള്ളത് ആ മഹലിലുള്ള പാവപ്പെട്ടവരെ കണ്ടെത്തി അവിടെ നിന്നുള്ള സമ്പത്തുള്ളവരുടെ സക്കാത്ത് നിർബന്ധിതമായിട്ടും വാങ്ങിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ മഹല്ല് രക്ഷപ്പെടും, നമ്മളെ നാട് രക്ഷപ്പെടും, എല്ലാം കൊണ്ടും ശാന്തിയും സമാധാനവും ഉണ്ടാവും. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്. സക്കാത്ത് ഒരിക്കലും ഒരു മതാടിസ്ഥാനത്തിലാവരുത്. അർഹതപ്പെട്ടവർക്ക്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാരാണോ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ഒരു പ്രധാന മാർഗമായിരിക്കണം ഈ സക്കാത്ത് എന്നുള്ളത്. പിന്നെ 2% സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, പിന്നെ അവരോടൊന്നും പറയാനില്ല. കാരണം അവർ ചിലപ്പോൾ മുസ്ലിം നാമധാരികൾ മാത്രമായിരിക്കാം. പിന്നെ നമ്മളെ കയ്യിൽ നിന്നൊരു പൈസ പോകുമ്പോഴാണല്ലോ മുടക്കില്ലാത്ത ഈ ഭാഗത്ത് ചെയ്യും. പിന്നെ സാമ്പത്തികപരമായിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇരട്ടി കിട്ടും കേട്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള മുതൽ മതി പഠിച്ചവൻ അടുത്ത വർഷത്തേക്ക് 10 ഇരട്ടിയാക്കി തരാൻ. അതല്ലാത്ത പഠിച്ചവൻ നെരുക്കം ദൈവം നമുക്ക് നെരുക്കം തന്നുകൊണ്ടേയിരിക്കും. എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്ത് ബിസിനസ് ചെയ്തിട്ടും കാര്യമില്ല.
അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഓരോ വീട്ടിൽ 5 കിലോ 10 കിലോ അരി കൊടുക്കുക, 500 രൂപ വെച്ച് കൊടുക്കുക, നമ്മളൊരു കർമ്മം കഴിക്കുന്ന മാതിരിയുള്ള സക്കാത്തുകൾ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി അതാണ് കണ്ട് കുറ്റപ്പെടുത്തരുത്. എൻ്റെ ഇത്രയും വർഷത്തിലുള്ള അനുഭവം കൊണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയ വിഷയമാണ്. ആ കൊടുത്തത് കൊണ്ടൊന്നും ഒരു 500 കിട്ടി, അത് കഴിഞ്ഞു, അപ്പോൾ കഴിഞ്ഞു. ഒരു 1000 കിട്ടി, ഒരു 500 കഴിഞ്ഞു, ഒരു 5000 കിട്ടിയെന്ന് കൂട്ടുക, അതാ പെരുന്നാളോട് കഴിഞ്ഞു. പിന്നെ പിറ്റന്നേക്കും ഈ കുടുംബം അരിഷ്ടിച്ചാണ് കഴിയുന്നത്. എങ്ങനെ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വരെ വകുപ്പില്ല, അല്ലെങ്കിൽ വീടില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ പോലെ ശരിക്കും ശാശ്വതമായിട്ട് എങ്ങനെ നമ്മൾ ഉയർത്തിയെടുക്കാമെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിന് നമ്മൾ ഇസ്ലാമിക ഭരണം മതി. ഇസ്ലാം ഏത് മതസ്ഥരായാലും ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ദാനധർമ്മങ്ങൾ ഇസ്ലാമിക മഹലിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാ മതങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ മതങ്ങളിലെയും ലക്ഷ്യം ഇത് തന്നെയാണ്. എല്ലാ മതങ്ങളിലും ആന്തരികമായ സത്ത തന്നെയാണ്. അപ്പം നമ്മൾ സക്കാത്ത് അർഹതപ്പെട്ടവരെ എത്തിക്കുക മാത്രമല്ല, ആ സക്കാത്ത് കൊണ്ട് ഒരു മഹലിനെ രക്ഷപ്പെടുത്തുക, ഒരു നാടിനെ രക്ഷപ്പെടുത്തുക, ഒരു സമൂഹത്തിനെ രക്ഷപ്പെടുത്തുക. സമ്പത്തുള്ളവരിൽ നിന്നും പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതായിരിക്കണം, അങ്ങനെ ആവട്ടെ നമ്മുടെ ഈ വർഷത്തെ ഒരു സക്കാത്തിൻ്റെ ഒരു സമ്പ്രദായം. ആ ഒരു ചിന്തയിലെങ്കിലും ആവട്ടെ, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവട്ടെ. ഇസ്ലാമികരമായിട്ട് ഭരണം നടത്താൻ അധികാരം കിട്ടുമെന്ന് വേണ്ട. ഇപ്പോൾ കേരളത്തിലെ ഭരണം വേണം, ഇന്ത്യയിലെ ഭരണം വേണം, അതൊന്നും അല്ല അതിൻ്റെ കണക്ക്. നമ്മൾ ഇസ്ലാമിക ഭരണം നടത്തേണ്ട സ്ഥലം ഒരു മഹലാണ്. നമ്മളെ പാവപ്പെട്ടവർക്ക് എപ്പം എന്തിന് പോയാലും, എന്ത് വിഷമം പറഞ്ഞ് അവിടെ എത്തിയാലും അവിടെ നിന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ അവിടെയുള്ള പള്ളിയുടെ ഖാസിക്കും പള്ളിയുടെ പ്രസിഡൻറ്റിനും സാധിക്കണം. അങ്ങനെ ആയിത്തീരണം നമ്മുടെ മഹല്. അങ്ങനെ ആകുമ്പോഴേ ശരിക്കും നമ്മളൊരു മുസ്ലിം ആവുന്നുള്ളൂ. അള്ളാഹു പറയുന്ന ഇസ്ലാമികരമായൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ എൻ്റെ വൈഫ് കുറേയായി പറയുന്നു. ഞാൻ അവിടെ നിന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴേ ഒന്ന് പുറം ലോകത്തോട് പറയണം. അപ്പം എന്നെ ഈ വീഡിയോ കണ്ട ആളുകൾ എങ്ങനെ ധരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് തൊൽഹത്ത് എന്നാണ്. ഞാനൊരു ഓർത്തഡോക്സ് ഇസ്ലാം മത വിശ്വാസിയാണ്. ഒരു സുന്നി ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എൻ്റെ വൈഫിൻ്റെ പേര് മിന്നത്ത് ത്വാഹിറ എന്നാണ്. അവളും ഒരു ഓർത്തഡോക്സ് തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചതിനാണ്, നിങ്ങളോട് എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം, ഒരുപാട് കാലങ്ങളായിട്ടുള്ള എൻ്റെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഞാനും ഉള്ളത്. റമദാൻ മാസം കുറച്ചൊരു വിഷമത്ത് തന്നെയാണ്. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.